മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞങ്ങൾ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ചുമ്മാ വൈകുന്നേരം തൊട്ടടുത്തുള്ളൊരു പാർക്ക് വരെ പോകാമെന്ന് വെച്ചേട്ടോ. പാർക്കെന്ന് വെച്ചാൽ വലിയ സെറ്റപ്പൊന്നുമല്ല, എന്നാൽ അത്ര ചെറുതും അല്ലാത്ത ഒരു പാർക്കിലേക്ക്. അപ്പം ഞങ്ങളുടെ കുഞ്ഞാവയൊക്കെ റെഡിയായി ഇങ്ങനെ നേണ്ട എല്ലാം ഒന്ന് ചിരിച്ച് കളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇത് മാവേലിക്കരയുള്ളൊരു പാർക്കാണ്. മാവേലിക്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പാർക്കാണ്. 20 രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ്. അപ്പം ഈ പാർക്കെന്ന് കാണാൻ തന്നെ നല്ല രസവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വെളിയിൽ നമ്മൾ നോക്കുന്നത് ഡ്രാഗൻ്റെ ഒരു ഇതാണ്. ഈ കിളിക്കൂട്ടിലാണ് ടിക്കറ്റും കാര്യങ്ങളും പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ 20 രൂപയുള്ളൂ ടിക്കറ്റ് ചാർജൊക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഒത്തിരി കാഴ്ചകൾ, ഫോട്ടോഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി വെറൈറ്റി ആയിട്ട് ഒരു കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ കുറേ സെറ്റപ്പുകൾ ഇതുണ്ട്. എന്നിട്ട് ഒത്തിരി വലിയ കുട്ടികൾക്ക് പറ്റത്തില്ല. ഒരുവിധം ഒരു 5-6 ക്ലാസ് വരെ, 1 തൊട്ട് ഒരു 5 LKG തൊട്ട് ഒരു 5-6 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ, ഒരു 3 മണിക്കൂർ അടിച്ച് പൊളിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടിങ്ങിനൊക്കെ വരുന്നവർക്ക് ഇതിൻ്റെ അവിടെ കുറേ സ്ഥലങ്ങൾ അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കാണ് വീഡിയോയിൽ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം. ഒത്തിരി നിങ്ങൾക്ക് കുട്ടികളെ ആയിട്ട് വരുമ്പോൾ അവർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംഗതികളുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. കൂടാതെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
മാക്സിമം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈമിങ്ങിൽ ചൊവ്വാഴ്ച ദിവസം എന്തോ അവധിയുണ്ട് ഇവിടെ കേട്ടോ. ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണ്. അപ്പം രാവിലെ 10 മണി തൊട്ടാണ് ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണി തൊട്ട് കൂടാതെ ഉച്ചയ്ക്ക് വൈകുന്നേരം 4 മണി തൊട്ടെങ്ങാണ്ടേ ഓപ്പണിംഗ് ഉള്ളൂ. എന്തായാലും ഒരു 20 രൂപ ടിക്കറ്റിൽ ഇത് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട്, അതായത് ആലപ്പുഴ ബീച്ചിലൊക്കെ പോയിട്ട് നമുക്കാണെങ്കിൽ ടിക്കറ്റ് എടുത്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അതുമാത്രമല്ല കുറേ സാധനങ്ങൾ നശിച്ചും കിടക്കും. ആലപ്പുഴയൊക്കെ വെള്ളം കയറിയും തുരുമ്പടിച്ചും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു പാർക്കാണ്, ഇവിടുത്തെ ഇതിൻ്റെ ഒരു പാർക്കാണ്. പക്ഷേ ഒത്തിരി സാധനങ്ങളെല്ലാം കറക്റ്റ് നല്ല രീതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒത്തിരി എൻജോയ് ചെയ്യാനും വരുന്നവർക്ക് ഇപ്പോൾ ഫോട്ടോ ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. അപ്പം കൂടുതൽ ആൾക്കാർക്കൊക്കെ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാവേലിക്കര ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അധികം അവർക്ക് അറിയത്തില്ല. കാരണം കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവർക്ക് എൻജോയ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതിനുള്ള സ്ഥലം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പം മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തുകയും അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. എന്നിട്ട് മാക്സിമം ആൾക്കാർ കുട്ടികളെ ഒക്കെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി നമുക്കൊന്ന് വൈകുന്നേരമൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഇതിൻ്റെ ക്ലോസിംഗ് ടൈം വൈകിട്ട് 7 മണിക്കാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ.